ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചിപ്പിമോളോട് ആദി കുറേ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ദേ ചിപ്പി, ഞാനിപ്പോൾ ഈ സമയത്ത് വിളിച്ച കാര്യം ഇഷിതാമ്മയോടോ അല്ലെങ്കിൽ ഡാഡിയോടോ ഒന്നും പറയാനായിട്ട് നിൽക്കരുത്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി മേലെ ഞാൻ ചിപ്പിയെ വിളിക്കില്ല, ഞാൻ അങ്ങോട്ട് വരികയില്ല. ശരി ശരി ആദ്യേട്ടാ, ഞാൻ ആരോടും ഒന്നും പറയില്ല ആദ്യേട്ടാ. ദേ ആദ്യേട്ടൻ പേടിക്കാതെ കിടന്ന് ഉറങ്ങിയാൽ മതി, ഞാൻ ആദ്യേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാം ആദ്യേട്ടാ. ശരി ശരി ചിപ്പിമോളെ, ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചിപ്പിയാണെങ്കിൽ എൻ്റെ ദൈവമേ, ആദ്യേട്ടൻ ഇങ്ങോട്ട് വരാനുള്ള മനസ്സുണ്ടാകണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ചിപ്പിമോള്. പിന്നീട് കാണിക്കുന്നത് രചനയാണ്. അപ്പം രചനയ്ക്കാണെങ്കിൽ ഉറക്കമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞിങ്ങനെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ആകാശിനെ കയ്യിലെടുത്തേ മതിയാവുള്ളൂ, ഞാൻ മഹേഷിൻ്റെ പിന്നാലെ തന്നെ പോകുന്നു. മഹേഷിനോട് തല്ലുകൂടി ആ ഒരു നരകത്തിലേക്കാണല്ലോ ദൈവമേ ഞാൻ ഇറങ്ങിയത്. എനിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ ആകാശാണെങ്കിൽ വെറ്റിക്കിടന്ന് നല്ല ഉറങ്ങുകയാണ്. പക്ഷെ ആകാശ് അത്രയും മണ്ടനല്ല. ഞാൻ മക്കളെ വെച്ച് കളിക്കുന്നത് മഹേഷിലേക്ക് അടുക്കാനാണെന്ന് ആകാശിന് നന്നായിട്ട് തന്നെ അറിയാം. പക്ഷേ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ആകാശിൻ്റെ മനസ്സ് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് പൂർത്തിയാക്കാനായിട്ട് പറ്റില്ല എന്ന് രചന ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വല്ലാത്തൊരവസ്ഥ നിൽക്കുക. പെട്ടെന്ന് നമ്മുടെ ആകാശം എണീറ്റിട്ട് രചനയുടെ തോളി കയറി പിടിക്കുക. രചന ഞെട്ടിപ്പോയി. എന്താ ആകാശം എന്ന് ചോദിക്കുകയാണ്. അല്ല, തനിക്ക് ഉറക്കമൊന്നുമില്ലേ? താനെന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്? തനിക്ക് ഉറക്കമൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ രചന അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് നാടകം കളിക്കുകയാണ്. അത് പിന്നെ ഞാൻ എങ്ങനെ ഉറങ്ങാനാണ് ആകാശം? എനിക്ക് ഉറക്കം വരുമോ? അതെന്താ? അല്ല, ഞാൻ ഏതൊക്കെ പറഞ്ഞിട്ടും ആകാശ് എന്നെ തെറ്റിദ്ധരിക്കുകയാണല്ലോ. ആകാശ് എന്നെ വിശ്വസിക്കുന്നില്ലല്ലോ. ഞാൻ മഹേഷിൻ്റെ പിന്നാലെയാണ്, ഞാൻ മക്കളെ വെച്ച് കളിക്കുന്നത് മഹേഷിനോട്ട് അടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഒരുപാട് ടോർച്ചർ ചെയ്യല്ലേ. എന്നെ സംശയ കണ്ണുകളോട് കൂടി തന്നെയല്ലേ നിങ്ങൾ കാണുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് സാധിക്കും ആകാശേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം. അപ്പോൾ അത് ചോദിച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആകാശിന് എന്തൊക്കെയൊരു ഡൗട്ട്. അല്ല, താൻ അങ്ങനെയല്ലേ കാണിച്ചു കൂട്ടുന്നത്? അപ്പോൾ പിന്നെ എങ്ങനെ എപ്പോഴെപ്പോഴും മഹേഷിനെ കാണാനൊക്കെ പോകുന്നുണ്ടോ? അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചിപ്പിമോളെ സ്വന്തമാക്കണം. ആ സ്വന്തമാക്കണമെങ്കിൽ ഇഷിതയെയും മഹേഷിനെയും വേർപിരിക്കണം, എന്നാൽ മാത്രമേ. പക്ഷേ ആകാശിനോട് ഞാൻ ഒരു ചതിയും ചെയ്തിട്ടില്ല. ആകാശ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതല്ലേ, ഞങ്ങൾക്ക് നല്ല ജീവിതം തന്നല്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആകാശിനെ എങ്ങനെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗാണ്. അപ്പോൾ രചനയാണെങ്കിൽ അവിടെ കിടന്ന് മറിഞ്ഞു തിരിഞ്ഞങ്ങോട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അപ്പോഴും നമ്മുടെ ഈ ആകാശിനാണെങ്കിൽ ഭയങ്കര സംശയം തോന്നുകയാണ്. ഇനി ആകാശിനെ വീഴ്ത്താൻ ഒറ്റൊരു വഴിയുള്ളെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് രചന ഈ ആകാശിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബെഡിലേക്ക് അങ്ങോട്ട് കിടക്കുക. അപ്പോഴും ആകാശിന് അത്ര വലിയ തൃപ്തിയൊന്നുമില്ല. പക്ഷേ ആകാശിനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ രചനയും ചെയ്യുന്നത്. ഇവൻ എങ്ങനെയെങ്കിലും ഈ ഒരു വലയിൽ വീഴ്ത്തിയാൽ മാത്രമേ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ രചനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഇങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹേഷിനെയാണ്. അപ്പം മഹേഷും ഇഷിതയും നല്ല ഉറക്കമാണ്. ഇഷിതയാണെങ്കിൽ താഴത്ത് കിടന്ന് ഉറങ്ങുകയാണ്. മഹേഷ് കട്ടിലിൽ കിടന്ന് ഉറങ്ങുമ്പോൾ മഹേഷിന് എന്തൊക്കെയൊരു അസ്വസ്ഥത തോന്നുകയാണ്. അപ്പോൾ ഇങ്ങനെ അസ്വസ്ഥത തോന്നി കഴിഞ്ഞപ്പോഴേക്കും ഇഷിത എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അപ്പോൾ ഇഷിത ചാടി എണീറ്റ്, മഹേഷ് എന്താ പറ്റിയത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? പറയും മഹേഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത, എനിക്ക് വല്ലാതെ പരവേശം എടുക്കുന്നു ഇഷിത, എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ മഹേഷിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. മഹേഷ് അത് കുടിക്കുകയും ചെയ്യുകയാണ്. എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ രചനയോട് കൂടുതൽ അടുക്കുകയാണോ എന്ന് തനിക്ക് സംശയമുണ്ടെന്ന് ചോദിച്ചപ്പോഴേക്കും, അതിനെന്താ കുഴപ്പം? ഈ ഹോസ്പിറ്റലിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത് രചനയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണല്ലോ. പിന്നെ ഇവിടെ വന്ന് രചനയും നിങ്ങളും എല്ലാം ഒരുമിച്ച് നല്ല സന്തോഷത്തോടെയും ഒക്കെ കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, അങ്ങനെയല്ല, രചന എന്നെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഞാൻ ഇനിയും സ്വീകരിക്കുന്നത് തോന്നുന്നുണ്ടോ? അവൾക്ക് വേണ്ടി സപ്പോർട്ട് സംസാരിക്കുന്നത് തോന്നുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടിയോ? എന്താണ് മഹേഷേ പറയുന്നത്? എനിക്ക് സംശയമുണ്ട്. സംശയം? എന്ത് സംശയം? അല്ല, ആ ആക്സിഡൻറ്റിന് പിന്നിൽ രചനയും ആകാശം കൂടി കളിച്ചിട്ടുണ്ടോ എന്ന്. ഏതായാലും എന്നെ അപായപ്പെടുത്താൻ വേണ്ടിയല്ല അത് ചെയ്തത്. ഇഷിത തന്നെ
അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് ഇവർ ചെയ്തത്. ഇതിൽ ആകാശിന് പങ്കുണ്ടോ? അത് രചനയുടെ നാവിൽ നിന്ന് തന്നെ എനിക്ക് തിരിച്ചറിയണം. രചനയ്ക്ക് സത്യങ്ങൾ അറിയായിരിക്കും, എന്നിട്ടും നമ്മളുടെ മുന്നിൽ അവൾ നാടകം കളിക്കുകയാണ്. ഇഷിത തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവരുടെ ലക്ഷ്യം. അപ്പോൾ രചനയുടെ നാവിൽ നിന്നും നമുക്കത് അറിയണമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ കൂടുതൽ രചനയെ അവിടെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അവളുടെ നാവിൽ നിന്ന് വരുമെന്നേ, ഞാൻ അവളോട് സ്നേഹം കാണിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ നാവിൽ നിന്ന് സത്യം വരും. ഇഷിത ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇഷിതയാണെങ്കിൽ അങ്ങനെയാണോ എന്ന് ചോദിക്കണം. അതെ, അങ്ങനെ തന്നെയാണ്. അല്ലാതെ തന്നെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ അങ്ങനെയെല്ലാം ചെയ്യോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും പിന്നെ ആകാശിൻ്റെ മനസ്സിൽ വേറൊന്നുമുണ്ട്. മഹേഷിന്റെ മനസ്സിൽ വേറൊന്നും കൂടിയുണ്ട്. മഹേഷ് ഇങ്ങനെ ഒരു കിടക്കാണല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എന്നെ വെറുപ്പിക്കാൻ വേണ്ടി കൂടി മഹേഷ് ഇത് ചെയ്തു. അപ്പോൾ മഹേഷ് ഒന്നും മിണ്ടുന്നില്ല. ഏതായാലും ടെൻഷനെല്ലാം മാറിയല്ലോ, സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞില്ലേ. ഇനി എനിക്ക് ഒരു സംശയമില്ല മഹേഷേ. എങ്കിൽ പിന്നെ താൻ എന്തിനാണ് താഴത്ത് കിടക്കുന്നത്? താൻ കട്ടിലേ വന്ന് കിടന്നൂടെ? താൻ താഴത്ത് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് വേണ്ടെന്നേ. ഇനി കുറച്ച് നാൾ ഞാൻ താഴെ തന്നെ കിടന്നോളാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. താൻ എൻ്റെ അടുത്ത് കിടക്കണം, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. വാശി പിടിക്കരുത് കുട്ടികളെ പോലെ. ഞാൻ കുട്ടികളെ പോലെ വാശി പിടിക്കും, ഇതെൻ്റെ ആഗ്രഹമാണ്. ഇനി താൻ വന്ന് എൻ്റെ അടുത്ത് കിടന്നാൽ മാത്രമേ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിനെന്ന പോലെ താൻ എനിക്ക് താരാട്ട് പാട്ട് പാടിത്തരികയും ആശ്വസിപ്പിക്കുകയും താളം പിടിക്കുകയും ഒക്കെ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇഷിത, താരെന്താ എൻ്റെ അടുത്ത് വന്ന് കിടക്കില്ലേ എൻ്റെ സന്തോഷത്തിന് വേണ്ടി? അല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഇഷിത മഹേഷിൻ്റെ വാക്കുകളൊക്കെ കേൾക്കുക. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ കിടന്ന് മഹേഷിനെ ചേർത്തിങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ തായിങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴേ എനിക്ക് എന്ത് മാത്രം സന്തോഷമുണ്ടെന്ന് അറിയാവോ? മനസ്സ് വല്ലാതെയാണ് കുളിര് കോരുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. ഏതായാലും താൻ എൻ്റെ അടുത്ത് വന്ന് കിടന്നല്ലോ. അപ്പം നമ്മുടെ ഇഷിതയാണെങ്കിൽ മഹേഷെ, എൻ്റെ മനസ്സേ ഒരു കുഞ്ഞിന് വേണ്ടി വല്ലാതെ അങ്ങോട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയാം താനൊരു കുഞ്ഞിന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. പക്ഷേ അത് നടക്കോ? എനിക്കൊരു അമ്മയാകാനായിട്ട് സാധിക്കോ മഹേഷേ എന്ന് ചോദിക്കുമ്പോൾ, എടോ തനിക്കല്ലാതെ പിന്നെ ആർക്കാടോ അമ്മയാകാനുള്ള യോഗ്യതയുള്ളത്? എടോ ദൈവം തന്നെ സൃഷ്ടിച്ചേക്കുന്നത് തന്നെ അമ്മയെന്ന പദവിക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടല്ലേ എനിക്ക് തന്നെ കിട്ടിയത്. താൻ എത്രയോ പിള്ളേരുടെ അമ്മയാണ്. അതുകൊണ്ട് തനിക്കും സ്വന്തമായിട്ടൊരു അമ്മയാകാനായിട്ട് സാധിക്കും. ഒരു കുഞ്ഞിനെ ദൈവം തനിക്ക് തരുവോടോ? താൻ സങ്കടപ്പെടാതിരിക്കുക. ഏതായാലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒഴിയട്ടേന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷിതയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുകയാണ്. മഹേഷിനെ ചേർത്ത് തന്നെ പിടിക്കുകയാണ് നമ്മുടെ ഇഷിത. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ്. മഹേഷിനെ കാണാൻ വേണ്ടി പരക്കമാഞ്ഞ് ഓടി വരികയാണ് ഈ ആഷിത. ആഷിത വന്നോ എന്നിങ്ങനെ മഹേഷ് ചോദിക്കുമ്പോൾ, എന്താ എന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. അല്ല, വരുമെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഇത്രേ രാവിലെ കയറി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല, ഇവിടെ ഇഷിതയില്ലേ? ഞാൻ ഇഷിതയെ വിളിച്ചു നോക്കിയായിരുന്നു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഓ അതാണോ? ചിലപ്പോൾ ഇഷിത ഡ്രൈവിങ്ങിലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത് എന്നിങ്ങനെ മഹേഷ് പറയാണ്. അല്ല, മഹേഷിന്റെ മനസ്സിലിരിപ്പ് എന്താണ്? എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നോ? അതെന്താ ആഷിത വന്നു കയറിയ ഉടനെ തന്നെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എൻ്റെ ഭാര്യയുടെ ചേച്ചിയാണ് ആഷിത, എനിക്ക് ഏട്ടത്തിയമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ എന്ത് വേണമെങ്കിലും എന്നോട് പറയാം, പക്ഷേ ഇങ്ങനെ മനസ്സിലാകാത്ത രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഓഹോ, അപ്പോൾ മഹേഷിനൊന്നും മനസ്സിലായില്ലെന്നാണോ? അല്ല, മഹേഷ് എന്തിനാ രചനയോട് അടുപ്പം കാണിക്കുന്നത്? ഓ അത് ശരി, രചനയോട് ഞാൻ അടുപ്പം കാണിച്ചെന്നോ? ആര് പറഞ്ഞു ഞാൻ രചനയോട് അടുപ്പം കാണിച്ചെന്ന്? മഹേഷേ, എന്നോട് പൊട്ടം കളിക്കാൻ നിൽക്കരുത്. ചില കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇഷിതയാണ് മഹേഷിന്റെ ഭാര്യ. അപ്പൊ പിന്നെ രചനയോട് അടുപ്പം കാണിക്കേണ്ട യാതൊരു കാര്യമില്ല. അയ്യോ, പക്ഷേ വേറൊരു കാര്യമുണ്ടല്ലോ. ഈ രചനയും ഞാനും തമ്മിൽ ഡിവോഴ്സായ കാര്യമൊക്കെ ആഷിതയ്ക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? പക്ഷേ അതിനേക്കാൾ ഉപരി ഇഷിത എൻ്റെ ഭാര്യയാവുന്നതിന് മുമ്പ് തന്നെ രചന എൻ്റെ മക്കളുടെ അമ്മയാണ്. അപ്പോൾ എൻ്റെ മക്കളുടെ അമ്മ എന്നെ കാണാനായിട്ട് വരുമ്പോൾ അവർക്ക് കുറച്ച് പരിഗണനയൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എന്ത് പരിഗണന? അങ്ങനെ പരിഗണന കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്തിനാ ഇഷിതയെ കല്യാണം കഴിച്ചത്? അല്ല, ഇഷിത എൻ്റെ ഭാര്യ ആകുമ്പോഴും നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ രചന എൻ്റെ ഭാര്യ ആയിരുന്നു, അവർക്ക് ഞങ്ങളിലൊരു 2 പിള്ളേരും ഉണ്ടെന്നും അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനൊരു ചോദ്യം?
ചോദിക്കുമ്പോൾ മഹേഷേ എന്നോട് ഓരോ കാര്യങ്ങളും തർക്കുത്തരമായിട്ടാണ് പറയുന്നത്. ഇതൊന്നും സഹിച്ചു തരാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ അനിയത്തിയെ സങ്കടപ്പെടുത്താൻ നിൽക്കരുത്. എൻ്റെ ജീവിതമേ തകർന്നു പോയി, എൻ്റെ അനിയത്തിയുടെ ജീവിതം തകർക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഷിത അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. ആ സമയത്ത് ദാ വരുന്നു ഇഷിത. ഇഷിതയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ആഷിത ഞെട്ടിപ്പോയി. നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ചേച്ചി ചേച്ചി എന്തിനാ ചേച്ചി ഇങ്ങോട്ട് വന്നത്? ഞാൻ മഹേഷിനോട് രണ്ട് വർത്തമാനം പറയാനാണ് ഇഷിത വന്നത്. ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല. പറ മഹേഷേ, എന്താണ് ഇവിടെ ഉണ്ടായതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എൻ്റെ അനിയത്തിയെ എന്തിനാണ് ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുക. ചേച്ചി നീ മിണ്ടാതിരിക്കുക ഇഷിത, എനിക്ക് ചോദിച്ചേ മതിയാവുള്ളൂ, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ മഹേഷാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക ഇഷിത എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ കൈയും വലിച്ചടിച്ചുകൊണ്ട് നേരിട്ട് പോയപ്പോൾ മഹേഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉത്തരങ്ങൾ പറയണേ എന്ന് പറയാം. ചേച്ചി എന്ത് പരിപാടി ചേച്ചി കാണിച്ചത്? ചേച്ചി എന്തിനാ എന്നോടൊരു വാക്ക് പോലും പറയാതെ ഇങ്ങോട്ട് ഓടി വന്നത്? അത് പിന്നെ നീ എന്നോട് ഓരോ കാര്യങ്ങളെല്ലാം പറഞ്ഞില്ലേ, മഹേഷിനോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ചോദിക്കണ്ടേ? എന്ത് ചോദിക്കാനായിട്ട് ചേച്ചി എല്ലാം കുളം കലക്കി മറിച്ചല്ലേ ചേച്ചി? എന്ത് കുളം കലക്കി മറിച്ചില്ലെന്ന്? ചേച്ചി ഞാൻ കുളിക്കുകയാണെന്ന് മഹേഷിന് അറിയാമായിരുന്നോ? അങ്ങനെ ഞാൻ ബാത്റൂമിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ചേച്ചിയോട് ഇത്രയും പ്രകടനങ്ങളെല്ലാം മഹേഷ് നടത്തിയത്. അത് ചേച്ചിക്കറിയാം. എന്തിനാ അങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്തതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ, മഹേഷ് എന്തിനാണ് രചനയോട് അടുപ്പം കാണിച്ചെന്ന് അറിയാവോ? ഈ ആക്സിഡന്റിന് പിന്നിൽ ആരാണെന്നറിയാൻ വേണ്ടി. എനിക്ക് വെച്ച കെണിയിലാണ് മഹേഷ് വീണത്. പക്ഷേ രചനയുടെ നാവിൽ നിന്ന് തന്നെ സത്യം അറിയണം. അതിനു വേണ്ടിയാണ് രചനയിലേക്ക് കൂടുതൽ അടുപ്പം കാണിച്ചത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നലെ തന്നെ ആ സംശയങ്ങളെല്ലാം എനിക്ക് തീർത്തു തന്നു മഹേഷ്. പക്ഷെ ഞാനാ മഹേഷിനെ തെറ്റിദ്ധരിച്ചത് ചേച്ചി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതായിരുന്നു ഇഷിത. പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയി. നീ എങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മോളെ നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എടുത്തു ചാടി ഇങ്ങോട്ട് ഓടി വന്നത് എന്നൊക്കെ ഇഷിതയോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.